അമ്മു സജീവന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചുട്ടിപ്പാറ SME കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. കോളേജിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ടയിൽ നാളെ KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. മരിച്ച അമ്മുവിന്റെ സഹോദരന്റെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് ഇപ്പോൾ ഏത് വഴിക്കാണ് നീങ്ങുന്നത്? ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് കൂടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അതുകൂടി പോലീസ് കണക്കിലെടുത്തിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതായത് വിജയകുമാർ, കുടുംബത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബം കോളേജ് അധികൃതർക്കെതിരെയും ഹോസ്റ്റൽ അധികൃതർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ കൃത്യമായി പോലീസ് കേൾക്കുന്നുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബന്ധുക്കളുടെ മൊഴി വിശദമായി അമ്മയുടെയും അച്ഛൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥിനികളുടെ മൊഴിയും കോളേജ് അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് അതിന് പിന്നാലെയാണ് സഹോദരന്റെ വിശദമായ മൊഴിയെടുക്കാൻ പത്തനംതിട്ട സ്റ്റേഷനിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തിയത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പ് ഇവിടെ തുടരുകയാണ്. പോലീസ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പോലീസ് അന്വേഷണത്തിനൊപ്പം തന്നെ സർവകലാശാലയുടെ സമിതി നടത്തുന്ന അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ സമിതിയും വീട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഈ അമ്മുവിൻ്റെ ഫോൺ ഉൾപ്പെടെ ഇവർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിലാണ് അന്വേഷണം നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തി കൂടുതൽ ആളുകളെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നാണ് പോലീസിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായാണ് വിശദമായ മൊഴിയെടുപ്പ്. ഈ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇത് അവലോകനം നടത്തിയായിരിക്കും പോലീസ് തുടർ നീക്കങ്ങൾ നടത്തുക. അതിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ടുകളും ലഭിക്കുന്ന മുറയ്ക്ക് മറ്റൊരു തലത്തിലുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കും. നിലവിൽ പോലീസ് ഇത് ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. അതിനൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം പുരോഗമിക്കുകയാണ്. ഇന്ന് KSUവിന്റെ സമരം വലിയ സംഘർഷത്തിലേക്കാണ് കടന്നത്. വരും ദിവസങ്ങളിലും വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് വലിയ സമരങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അവരുടെ പരാതികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.